സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. താപനില സാധാരണയേക്കാൾ ഉയരുകയാണ്. ഇന്ന് 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനിലയായ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ കടുത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ എന്നിവയുൾപ്പെടെ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ വടക്ക് തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇത് താപനില കുറയ്ക്കാൻ ചെറിയ ആശ്വാസം നൽകാനും സാധ്യതയുണ്ടെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇടിമിന്നൽ ബാധിത പ്രദേശങ്ങളിൽ മുൻകരുതലുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. സൂര്യാഘാതവും നിർജ്ജലീകരണവും തടയാൻ പൊതുജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ധാരാളം വെള്ളം കുടിക്കാനും അയഞ്ഞ ഇളം നിറമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശരിയായ വായു സഞ്ചാരവും വിദ്യാർത്ഥികൾക്ക് കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കണം. വേനൽക്കാലം തുടരുന്നതിനാൽ മാർക്കറ്റുകൾ, മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങൾ, വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസക്കാർ, വിനോദസഞ്ചാരികൾ, പുറം ജോലിക്കാർ എന്നിവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. തീപിടുത്ത ഓഡിറ്റുകളും പ്രതിരോധ നടപടികളും ശുപാർശ ചെയ്യുന്നുണ്ട്. അതേസമയം പ്രായമായവർ, ഗർഭിണികൾ, രോഗികൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും മദ്യവും കഫീനും ഒഴിവാക്കുക. ഇടിമിന്നലും ശക്തമായ കാറ്റും ഉൾപ്പെടെയുള്ളവ, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നിവ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ്, തൊപ്പികൾ, കുടകൾ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ട്. ചൂടിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ചില ജില്ലകളിൽ ഇടയ്ക്കിടെയുള്ള മഴയും ഇടിമിന്നലും താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. ഈ കാലയളവിൽ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും മുൻകരുതലുകൾ എടുക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.